ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സോമശേഖരൻ കള്ളസാക്ഷി പറയിപ്പിച്ച് ആ സജീവ് ഇപ്പോൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് SI റസാക്കിനോട് സത്യം തുറന്നു പറയാം. സോമശേഖരൻ സാർ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ശിവൻ മഹേന്ദ്രൻ സാറിനെ പൊക്കിയെടുത്ത് കുഴിയിലോട്ട് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ കണ്ടെന്ന് പറയണോന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് റസാക്ക് പറയാം, എടോ താൻ എന്തൊക്കെയാടോ കാണിച്ചു വെച്ചിരിക്കുന്നത്? തനിക്ക് സർവീസിൽ നിന്നും കൃത്യമായി പിരിഞ്ഞു പോകാൻ പറ്റുവോടോ? എവിടുന്ന് തൊപ്പി പോയാൽ തലയും മുട്ടയടിച്ച് ആളറിയാത്ത രീതിയിൽ വല്ല കാശിക്കോ രാമേശ്വരത്തോ പോകേണ്ടി വരും. നാട്ടിലെന്തായാലും തന്നെ ശത്രുക്കൾ വെച്ചേക്കത്തില്ല. അതിന് മാത്രം സർവീസിലിരിക്കുമ്പോൾ താൻ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. അയാളെ ഇനി ഇറക്കി വിടുമോ? അത് കേട്ട് സോമശേഖരൻ അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് അയാളെ റിലീസ് ചെയ്യാൻ പറയാം. റസാക്ക് പറയാം, അത് പറ്റില്ല, താൻ വേണം റിലീസ് ചെയ്യാനെന്ന് സോമശേഖരനോട് പറയുവാണ്. കൊന്നാപ്പാവം തിന്നാ തീരുമെന്നാ പറയുന്നത്. സോമശേഖര, തന്നെ എന്തായാലും ആ ശിവൻ കൊന്നു തിരിഞ്ഞുവെന്നുള്ളതിനകത്ത് ഉറപ്പാ. ശിവനിങ്ങനെ കണ്ണു മുളപ്പിച്ചതാണ്ട ആ ജയിലിലെ കമ്പിയഴികൾ ഇങ്ങനെ പിടിച്ചോണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ സോമശേഖരന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായ ലക്ഷണമുണ്ട്. അതുകൊണ്ട് സോമശേഖര, ആ കർമ്മം താൻ തന്നെ അങ്ങ് ചെയ്തേരെ. നോക്കി നിൽക്കാതെ പോയി റിലീസ് ചെയ്യടോ ശിവനെ. സോമശേഖരൻ അങ്ങനെ ശിവനെ തുറന്നു വിടുവാണ്. ശിവനാണെങ്കിൽ അല്പം പോലും നടക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വേദനയോടാണ് ശിവൻ ഇറങ്ങുന്നത്. എന്നിട്ട് ശിവൻ പറയാ, സോമശേഖര, 8 അടി മൂർഖൻ എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. അതിനാണെങ്കിലേ മുടിഞ്ഞ വിഷവും മുടിഞ്ഞ ഓർമ്മയുമാണ്. നമ്മൾ അറിയാതെയാണ് എന്തെങ്കിലും ചെയ്തതെങ്കിൽ പോലും വർഷങ്ങൾ കഴിഞ്ഞാലും തിരിച്ച് പണി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സോമശേഖര, അത് ഉറപ്പാ. അങ്ങനെ പണി തന്നാൽ ആ നിമിഷം തന്നെ സ്പോട്ടിൽ തീരും. അത്രയ്ക്കും കൊടും വിഷമാണ് അവൻ്റെ നാവിൻ തുമ്പിൽ. അതുപോലൊരു വിഷസഞ്ചിയും കൊണ്ടാണ് ഞാൻ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. പുറത്തെവിടെങ്കിലും വെച്ച് ഒത്തു കിട്ടിയാൽ ഞാൻ ഈ വിഷം തുപ്പും. നിന്റെ അണ്ണാക്കിനകത്തേക്ക് 8 അടി വെക്കുന്നതിന് മുമ്പ് നീ അവിടെ ഒടുങ്ങി തീരുകയും ചെയ്യും. പെട്ടെന്ന് സോമശേഖരൻ, ഡാ, പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നീ പോലീസുകാരെ വെല്ലുവിളിക്കുന്നോ? ഞാൻ വിളിക്കും. ഞാനിപ്പം നിരപരാധിയും നീ കുറ്റം ചെയ്തവനുമാണ്. നിന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ചിലപ്പോൾ ഇവിടെ കാണില്ല, എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും. അഹങ്കാരത്തോടെ സോമശേഖരൻ പറയും, ഇപ്പം തന്നെ കാണാവടാ, പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന എന്തിനാ? അത് കേട്ടിട്ട് റസാക്ക്, മതി, നിർത്ത്. എടോ സോമശേഖര, താൻ വാങ്ങിച്ചു കൂട്ടാൻ തന്നെ നടക്കുവാണോടോ? അല്ല സാറേ, ഇവൻ ഈ ഷോ കാണിക്കുന്ന മുഴുക്ക നമ്മുടെ സ്റ്റേഷനകത്ത് നിന്നുകൊണ്ടാ. അപ്പോൾ താൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താടോ? പഴയ പോലീസുകാരൻ്റെ ബാഗും തൂക്കി പുതിയ ആശാൻ കളരിയിലോട്ട് കടക്കരുത്. പൊതുജനം പിന്നെ തന്നെ എടുത്തങ്ങ് ഉടുക്കും. ശിവനെ തീരെ നടക്കാൻ വയ്യ. ഏന്തി ഇങ്ങനെ വന്നിട്ട് ആ സജീവിൻ്റെ തോളിൽ പിടിച്ച് സജീവനെ നോക്കുക. അവനാണെ പേടിച്ച് വിറച്ചിങ്ങനെ ശിവനെ നോക്കുന്നുണ്ട്. ഏതായാലും സജീവൻ്റെ കാര്യത്തിലും തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകും. എന്നിട്ട് റസാക്കിൻ്റെ അടുത്ത് വന്നിട്ട് ശിവൻ പറയുക, റസാക്കേ, നിനക്കറിയ എന്നെ, എൻ്റെ മനസ്സും എൻ്റെ ചങ്കൂറ്റത്തിൻ്റെ ആഴവും. നിന്റെ കീഴുദ്യോഗസ്ഥനല്ലേ, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തേക്ക്, ഇനിയുള്ള രാത്രികൾ ഇവൻ്റെ നിഴലിനൊപ്പം ഈ ശിവൻ്റെ നിഴലുകൂടി ഉണ്ടാകുമെന്ന്. ചവിട്ടേറ്റതല്ലേ, അപ്പോൾ കൊത്താതെ പോകാൻ പറ്റില്ലല്ലോ. ശാലിനി ഉടനെ റസാക്കിനോട് ചോദിക്കുക, ഇനി ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, റിലീസിങ് ഫോമിൽ സൈൻ ചെയ്തിട്ട് പോകാൻ വേണം. സോമശേഖരൻ ഇങ്ങനെ രണ്ടും കെട്ട ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അതിനോടൊപ്പം ശിവന്റെ ഒരു നോട്ടവും. സോമശേഖരൻ പകുതി ചത്ത രീതിക്കാണ് നോട്ടം. ശിവൻ അങ്ങനെ ഏന്തി നടന്നു പോയി കഴിയുമ്പോൾ റസാക്ക് സോമശേഖരനോട് പറയാം, താൻ സൂക്ഷിച്ചോ, മുറ്റിയേനാ പോയത്. അങ്ങനെ ശാലിനി ശിവനെയും കൂട്ടിയിട്ട് പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ദാമോട്ടൻ ഓടി വന്ന് ശിവനെ കൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് ശാലിനിയുടെ ആ വണ്ടിയിലോട്ട് കയറ്റി ഇരുത്തുവാണ്. വല്ലാത്ത കുറ്റബോധവും പശ്ചാത്താപവും കൊണ്ട് ആ സജീവൻ ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്. ഈ സമയം പ്രകാശ് ചന്ദ്രയെ വിളിക്കുക, ഹലോ പ്രകാശ്, ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്താ, എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം. നീ ഇങ്ങോട്ട് വാ പ്രകാശേ, ഞാൻ അങ്ങോട്ട് വരില്ല. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് അപമാനിച്ച് പുറത്തിറക്കിയ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ വേദന എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പ്രകാശേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പ്രകാശൻ, നീ ഇപ്പോൾ എൻ്റെ ഭർത്താവാ. എന്നെ എൻ്റെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞ പോലെ നിന്നെയും അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചന്ദ്ര, നീ ഇതിൽ വാശി പിടിക്കരുത്. നിന്നെ നിന്റെ അച്ഛൻ അംഗീകരിച്ചത് നീ അയാളുടെ മോളായതുകൊണ്ടാണ്. അതുപോലെ എന്നെ അംഗീകരിക്കണമെന്നില്ല. നിന്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എന്നും ഒന്നുമില്ലാത്തവന് ആയിരിക്കാം, പക്ഷെ കാലത്തിന് മറക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല പ്രകാശേ. നമ്മളെ 2 പേരെ അച്ഛൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. നീ എന്തായാലും ഇങ്ങോട്ട് വാ പ്രകാശേ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാം. അമ്മയെ കൊണ്ടുകൂടി ഞാൻ പറയിപ്പിച്ചോളാം. മഹേന്ദ്രൻ ചന്ദ്രേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. താണ്ട പ്രകാശേ, അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം പ്രകാശേ, നിനക്ക് കഴിയുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. മഹേന്ദ്രനോട് ഭാര്യ പറയാം, മഹേട്ട, 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ.
നീ എന്തായി പറയുന്നത്? ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ചെയ്യുന്നത്? ഒപ്പിടാനൊക്കെ ആണെങ്കിൽ ഫയലുകളൊക്കെ ഇങ്ങോട്ട് വരുത്തിയാൽ പോരെ? അങ്ങനെ എല്ലാ ജോലികളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോയാലേ നമ്മുടെ തൊഴിലാളികൾ പിന്നെ കുഴിമടിയന്മാരായി പോകും. തൊഴിലാളികൾ പിന്നെ ജോലി ചെയ്യാതായാലേ സ്ഥാപനത്തിനെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ പിന്നെ ബിസിനസ് തകർച്ചയെ മറികടക്കേണ്ടതായിട്ടും വരും. എൻ്റെ അലസത കൊണ്ട് നന്നായി നടക്കുന്ന ഒരു ബിസിനസ്സിനെ ഇല്ലാതാക്കണോ? മഹിയേട്ടനോട് പറഞ്ഞു ജയിക്കാൻ ഞാൻ ആളല്ലേ, എന്ത് വേണമെങ്കിലും ആയിക്കോ. എവിടെയാണെങ്കിലും സ്വന്തം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്താൽ മതി. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നോ എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് വരും. മോളെ, എനിക്ക് നിന്നോടായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ മഹിയേട്ട ഞാനോടെ നിൽക്കണ്ടെന്നോ പറഞ്ഞു. അല്ല, നീയും കേൾക്കണം. ചന്ദ്ര, നീ കണ്ടെത്തിയ പ്രകാശിനെ എനിക്ക് അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അച്ഛാ, അതേ മോളെ, സത്യവാച്ചൻ പറയുന്നത്. എടി മോളെ, നീയും അവനും കൂടി നിന്നാൽ എന്ത് ചേർച്ചയാടിയുള്ളത്? മാണിക്കോത്ത് മഹേന്ദ്രന്റെ മരുമകനാണെന്നും പറഞ്ഞ് എനിക്ക് ആരെയെങ്കിലും അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒട്ടും ചേർന്നവനല്ലവൻ. അതുകൊണ്ട് മോൾ അവനെ അങ്ങ് മറക്കണം. അച്ഛൻ എന്തു പറയുന്നത്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ. എന്ത് വിവാഹമാ? ഇതൊക്കെ കുറെ നാൾ കാണാതിരുന്നാൽ അങ്ങ് തീരാവുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ ഹയർ സ്റ്റഡീസിന് വിടാം. എവിടം വരെ നിനക്ക് പഠിക്കാവോ അവിടം വരെ നിന്നെ ഞാൻ വിടാം. എന്നിട്ട് നമുക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം. അവൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട. ഇത് ഇലയ്ക്കും മുള്ളും കേട് വരാത്ത രീതിക്ക് അച്ഛൻ അങ്ങ് ശരിയാക്കി തരാം. കേൾക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഇതൊരല്പം ക്രൂരമായിട്ടൊക്കെ തോന്നും. പക്ഷെ പിന്നീടത് നിനക്ക് മനസ്സിലാവും. അന്ന് അച്ഛൻ പറഞ്ഞത് നിന്റെ നന്മയെ മാത്രം കണ്ടുകൊണ്ട് പറഞ്ഞതായിരുന്നല്ലോ എന്ന്. നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് മോളെ. അങ്ങനെ ഒന്നും എനിക്ക് പെട്ടെന്ന് അതൊന്നും മറക്കാൻ പറ്റില്ല. എൻ്റെ മോള് ചിന്തിക്ക്, എന്നിട്ട് വിവേകത്തോടെ പെരുമാറ്. എന്നിട്ട് എൻ്റെ മോക്ക് വരാൻ പോകുന്ന ഒരു നല്ല ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്ക്. ശാലിനി ശിവനെയും കൊണ്ട് ശിവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലോട്ട് വന്നിരിക്കുക. റാണി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ശിവൻ നടക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ടോ? സാരമില്ല, ചെറിയൊരു വലിച്ചിലുണ്ട്. സോമശേഖരനെ ഞാൻ എന്നും ഓർക്കാൻ വേണ്ടി അയാൾ എനിക്ക് തന്ന വേദനയല്ലേ, അതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്നൊന്നും മാറണ്ട. റാണി ചോദിക്കും, അയ്യോ ശിവേട്ടന് ഇതെന്താ പറ്റിയേ? ഒന്നുമില്ല റാണി, ചെറിയൊരു ക്ഷീണം. ശാലിനി ശിവനോട് പറയും, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇടി കിട്ടിയതല്ലേ, ഒരാട്ടിൻതല സൂപ്പിട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ചമുട്ട വാട്ടി 3 ദിവസം വെറും വയറ്റിലങ്ങ് കുടിക്കണം. അതിൽ തീരാവുന്ന ചതവേ ഉള്ളൂ. റാണി, വേലായുധേട്ടൻ എവിടെ? അയ്യോ, അച്ഛൻ സ്ഥലത്തില്ല, എവിടെയോ പൂരം നടക്കുന്നെന്നും പറഞ്ഞ് പോയതാ. വെടിക്കറ്റ് അവിടെ ഉണ്ടെങ്കിലും അച്ഛൻ ചെല്ലാതെ തീ കൊളുത്തത്തില്ലല്ലോ. ശിവേട്ടൻ എന്താ സുഖമില്ലേ? ഒന്നുമില്ലെന്നേ, ശാലിനിയും ദാമോട്ടനും ചേർന്ന് എന്നെ വെറുതെ രോഗിയാക്കുക. ദാമുവേട്ടൻ റാണിയോട് പറയാം, ആ സോമശേഖരൻ പോലീസേ കയ്യിൽ ഒത്തുകിട്ടിയപ്പോൾ അവൻ്റെ പോലീസിൻ്റെ ഗുണം അങ്ങ് ശിവന്റെ അടുത്ത് കാണിച്ച്. ഒന്നിച്ചു ചേർന്ന് ഒരുത്തനെ തല്ലിച്ചതയ്ക്കുന്ന ഇന്നോ ഇന്നലെ തുടങ്ങിയ ഹോബി അല്ലല്ലോ. ചാവുന്നത് വരെ അവന്മാർ തല്ലും, ചത്തു കഴിഞ്ഞാൽ കെട്ടിത്തൂക്കിയിട്ട് പറയും സ്വയം തൂങ്ങിയതാന്ന്. എന്തായാലും ദാമുവേട്ട ആയസിൻ്റെ ബലവും തണ്ടലിൻ്റെ ഉറപ്പും കാരണം ആ വക ലീലാവിലാസങ്ങളൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ലല്ലോ. അവൻ എന്നെ തല്ലി, ശരിക്കും തല്ലി. അവൻ്റെ ദേഷ്യം തീരുന്നത് വരെ അവൻ എന്നെ തല്ലി. എന്നെ അവൻ തല്ലിച്ചതച്ച്. ഇനി കിട്ടിയത് തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാ. ഇനിയിപ്പോൾ ഉടനെ തിരിച്ചടിക്കൊന്നും പോകണ്ട. അതിനുള്ള ആരോഗ്യാവസ്ഥയിലല്ല ശിവനിപ്പോൾ. ശാലിനി അങ്ങനെ പറഞ്ഞപ്പോൾ ശിവൻ പറയാ, കിട്ടിയത് കൂട്ടത്തിൽ മേടിച്ച് അവസരം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞൊന്നും കാത്തിരിക്കാൻ എന്നെ കിട്ടില്ല. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. ആ ഒരു പോളിസിയാണ് ഞാൻ തല്ലിൻ്റെ കാര്യത്തിൽ നടത്തുന്നത്. 1 കിട്ടിയാൽ 2ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. ശിവ, സോമശേഖരൻ അത് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഉടനെ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. തിരിച്ചടിക്കാൻ ചെല്ലുന്നവൻ്റെ ആരോഗ്യസ്ഥിതി നല്ലതല്ലെങ്കിൽ പിന്നെ പഴയതുപോലെ ആവർത്തിച്ചാലോ? ഇനി അവന് കൈപൊക്കാനുള്ളൊരവസരം ശിവൻ കൊടുക്കില്ല. എന്തോ വലിയ കഷ്ടകാല സമയത്ത് അവൻ എൻ്റെ നേരെ കൈവെക്കാൻ തോന്നിയത് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. റാണി, ശിവന് ഭക്ഷണമൊന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, വാങ്ങിക്കൊണ്ട് കൊടുക്കട്ടെ? അയ്യോ വേണ്ട, ഞങ്ങൾ അടുത്തുണ്ടല്ലോ, ശിവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രയെ പോലെ തന്നെ ഞാൻ ശിവേട്ടന്. അപ്പം ചന്ദ്രയുടെ സ്ഥാനത്ത് ഞാൻ എല്ലാം നോക്കിക്കണ്ട് ചെയ്തോളാം. ചേച്ചി ധൈര്യത്തോടെ പൊയ്ക്കോ. ശിവ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ആദ്യം ആരോഗ്യം ഉണ്ടാകട്ടെ, എന്നിട്ട് മതി പ്രതികാരം വീട്ടിലും പക വീട്ടലും ഒക്കെ. സുധാകരൻ്റെ അടുത്ത് കാകളം കുമാരേട്ടൻ വന്ന് സുഖമാണോന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് എങ്ങനെങ്കിലും വീട്ടിലൊന്ന് പോയാൽ മതി, ഇവിടെ കിടന്ന് ഞാൻ മടുത്തു. അതിനെന്താ, ഡിസ്ചാർജ് ആയല്ലോ, ശോഭനയും കൊച്ചും വന്നാൽ നമുക്കങ്ങ് പോകാമല്ലോ. ജീവിതം മടുത്തു കുമാരേട്ട. ഹോസ്പിറ്റലിൽ കിടന്ന് ജീവിതത്തിൻ്റെ പകുതി ഭാഗവും നരകിച്ചത്. നിന്റെ രോഗം മാറാനല്ലേ സുധാകര നിന്റെ ഭാര്യയും കളക്ടറും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടത്? അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അയ്യോ, അതൊന്നും ഞാൻ മറക്കില്ല കുമാരേട്ട. എനിക്കിവിടെ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി. ഈ ശോഭന ഇത് എവിടെ പോയി കിടക്കുക? നിനക്കറിയാമല്ലോ സുധാകര, അവൾ അവളുടെ പണി കഴിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ. അവളൊരാൾ ഓടുന്നോണ്ടല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സുധാകരൻ്റെ ഭാര്യയും കുഞ്ഞും അങ്ങോട്ട് വന്ന് ഡിസ്ചാർജ് ആയോ? ആയിട്ട് കുറേ നേരമായി.
ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അയ്യോ, ഡിസ്ചാർജ് ആയോ? പിന്നല്ലാതെ ഞാൻ ഇവിടെ തന്നെ കിടക്കണമെന്നാണോ നീ വിചാരിക്കുന്നത്? അവന് വീട്ടിൽ പോകാനുള്ള ധൃതിയാ. കുറെ നാൾ കൊണ്ടാണ് ഇവിടെ കിടക്കുമല്ലേ. അതല്ല കുമാരേട്ടാ, ഇന്നലെ വൈകിട്ടത്തെ മഴയിൽ മേൽക്കൂരയുടെ പകുതി ഭാഗം വീണ്ടും ഇടിഞ്ഞു വീണു. എന്റെ ഈശ്വര, ചതിച്ചോ? കുഞ്ഞ് അടുത്ത വീട്ടിൽ കളിക്കാൻ പോയതുകൊണ്ട് അപകടം ഒഴിവായി. ഇല്ലെങ്കിൽ ആ വീട് കാരണം എൻ്റെ 2 മക്കളും പോയെന്ന് കരുതേണ്ടി വന്നാനെ. എനിക്കറിയാം സുധാകരേട്ടൻ്റെ മനസ്സ് ഇടിഞ്ഞു പൊളിഞ്ഞതാണെങ്കിലും അവിടേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഏതെങ്കിലും രീതിയിൽ അതൊന്ന് നന്നാക്കാൻ നോക്കട്ടെ സുധാകരേട്ട. കുമാരേട്ടൻ പറയാം, അത് പിന്നീടുള്ള കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വന്തമായിട്ടൊരു കൂര പോലും ഇല്ലാത്ത ആളാണ് ഞാൻ. ലോഡ്ജുകളിലാണ് ഞാൻ കഴിയുന്നത്. ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ് മോളെ. സുധാകരൻ പറയാം, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവുമെന്നല്ലേ നീ പറയാറുള്ളത്? നീ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കടി. ആരെങ്കിലും സഹായത്തിന് വരുമോയെന്ന് നോക്കാം. ദാ വന്നു കഴിഞ്ഞു ശാലിനി. ഞാൻ വിളിച്ചാൽ ഒരു ദൈവവും എൻ്റെ നേരെ കണ്ണ് തുറക്കില്ല. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ പോയി. അങ്ങനെ ദൈവം കണ്ണ് തുറന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ സുധാകരേട്ട. ഇന്നലെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞപ്പോൾ നമ്മുടെ ഈ മോൻ അടുത്ത വീട്ടിലല്ലായിരുന്നോ? അപ്പോൾ ഇവനെ അങ്ങോട്ട് മാറ്റിയതാര? ഈശ്വരൻ തന്നെയല്ലേ? ശാലിനിയും അനുവും കൂടെ വേണ്ട സുധാകരൻ്റെ അടുത്തോട്ട് വരുവാണ്. ആഹാ, കുമാരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പം മേഡത്തിൻ്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ശാലിനി പറയാം, 2 ദിവസത്തിനകം നിങ്ങളുടെ വീട് പണി തുടങ്ങാം. അയ്യോ ദൈവമേ, ഈശ്വരൻ കാത്തു. കുമാരേട്ടൻ പറയാം, കാര്യം വളരെ സന്തോഷമുള്ളതാണെങ്കിലും ഇവിടുന്ന് ഇപ്പം ഇവർ ഡിസ്ചാർജായി പോയല്ലോ. ഇവരിപ്പോൾ വീട്ടിലോട്ട് കയറി ചെന്നാൽ ഇവർക്ക് കയറി കിടക്കാൻ അവിടെ ഒരു വീടില്ല. അയ്യോ, അപ്പോഴുണ്ടായിരുന്ന വീട് അത് മേഡം ഇന്നലത്തെ കാറ്റിലും മഴയിലും അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. ഡിസ്ചാർജ് ആയതുകൊണ്ട് ഇവിടെ നിൽക്കാനും പറ്റില്ല. മേഡം ഒന്ന് പോയി സംസാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അവർ സമ്മതിച്ചാലോ? ശാലിനി പറയാം, ഞാൻ പോയി സൂപ്രണ്ടുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഓപ്പറേഷൻ കഴിഞ്ഞ ആളല്ലേ, ചിലപ്പോൾ സമ്മതിച്ചാൽ നമുക്ക് മറ്റൊരു സ്ഥലം നോക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സൂപ്രണ്ട് അങ്ങോട്ട് വന്ന്, ആ മേഡം വന്നാൽ ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഇവർ ഡിസ്ചാർജ് ആയല്ലോ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടാൽ മതി. ശാലിനി അയാളോട് പറയാം, 1-2 ദിവസത്തേക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇവർക്ക് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അതെന്താ, ഇവരിപ്പോൾ വീട്ടിലോട്ട് പോകുന്നില്ലേ? അപ്പോൾ കുമാരേട്ടൻ പറയാം, പോകാനിരുന്നതാ. ഇന്നലത്തെ കാറ്റിലും മഴയിലും ഇവരുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. പോകാനൊരിടവില്ല സാർ, സാറൊന്ന് സഹായിക്കണം എന്നൊക്കെ കുമാരേട്ടൻ പറയുക. കളക്ടർമാരുടെ ഇടപെട്ട ആ വിഷയത്തിന് ശേഷം ഞാനൊരല്പം കൃത്യനിഷ്ഠയുള്ളവനായിട്ട് മാറി. അതിനു മുമ്പ് അല്പം വിട്ടുവീഴ്ച മനോഭാവം, ആളുകളെ സഹായിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം നിർത്തി. ഇത് ശാലിനിക്കിട്ട പണി കൊടുക്കുവാണ് അയാൾ. കളക്ടർ മേഡമാണ് എന്നെ കണ്ണു തുറപ്പിച്ച്. അപ്പോൾ പിന്നെ ഡിസ്ചാർജ് ആക്കിയ പേഷ്യന്റിനെ ഞാൻ എങ്ങനെ ഇവിടെ തുടരാൻ അനുവദിക്കുന്നത്? അത് പിന്നെ ഞാൻ മേഡത്തിനോട് കാണിക്കുന്ന നീതികേടല്ലേ? നമ്മൾ നിയമം നോക്കിയാൽ അതൊരു തെറ്റായ പ്രവണതയല്ലേ? ഡിസ്ചാർജ് ആയി പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവും എനിക്കില്ലായിരുന്നു. ശാലിനി പറയാം, ഡിസ്ചാർജ് ആയില്ലെങ്കിൽ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ മേഡം. എന്നെ കൊണ്ട് സാധിക്കില്ല. അല്ല, മേഡം ഈ ജില്ലയിലെ കളക്ടറല്ലേ? മറ്റെവിടെങ്കിലും മേഡം ഇവർക്കൊരു താമസ സൗകര്യം നോക്കിയാൽ നടക്കില്ലേ? ഇവരെ എന്തായാലും മേഡം കൈവിടില്ലെന്ന് എനിക്കറിയാം. ഇവർക്ക് വേണ്ടി മേഡം പലതും ചെയ്തതല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഒരു പൊൻതൂവൽ കൂടെ മേഡത്തിനങ്ങ് ഇരിക്കട്ടെ. ശാലിനി വിടുവോ? ശാലിനി പറയാം, അഭിനന്ദനങ്ങൾക്ക് നന്ദി സൂപ്രണ്ടേ. ഒപ്പം പെർഫോമൻസിനും. ഇനിയും പരസ്പരം കണ്ടുമുട്ടാവുന്ന പാതകളിൽ ഒന്നിച്ചല്ലെങ്കിലും വ്യത്യസ്ത കോണുകളിൽ സഞ്ചരിക്കേണ്ടവരാ നമ്മൾ. ഇനിയുള്ള കണ്ടുമുട്ടലുകൾ സൗഹൃദം നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഡിസ്ചാർജ് ആയ പേഷ്യന്റിനെ വീണ്ടും ഇവിടെ പിടിച്ചു കിടത്തി ഗുഡ് ലിസ്റ്റിൽ കയറിയിരിക്കുന്ന സൂപ്രണ്ടിന് ഇനിയൊരു കളങ്കം ഉണ്ടാകാതിരിക്കട്ടെ. കളങ്കത്തിന് ഇടവരുത്തല്ലേന്ന് ഞാനും പ്രാർത്ഥിക്കാം. വാകേറിയ കുഞ്ഞിന് ദൈവം ഇരയും തരുമെന്നൊരു ചൊല്ലുണ്ട്. ഇവർക്ക് തലചായ്ക്കാൻ ഒരു ഇടവല്ലേ, അതിന് സർവേസൻ ഒരു വഴി കാണിക്കാതിരിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി ഉടനെ തന്നെ സുധാകരനും ഫാമിലിക്കും കയറി താമസിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ആ സൂപ്രണ്ടിൻ്റെ കാര്യം ഇനി വലിയ കഷ്ടത്തിലാണ്. എവിടെങ്കിലും അയാൾ പണി ഒപ്പിച്ചാൽ അപ്പം തന്നെ ശാലിനി അയാളെ പൊക്കിയിരിക്കും. അതുപോലെ തന്നെ ശിവൻ SI സോമശേഖരനെ തേടി നടക്കുക. സോമശേഖരൻ്റെ അന്ത്യം ശിവൻ്റെ കൈകൊണ്ട് തന്നെ തീരുമെന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഇനി എപ്പോഴാണ് മഹേന്ദ്രൻ ശിവൻ കുറ്റക്കാരനല്ലെന്ന് തിരിച്ചറിയാൻ പോകുന്നത്? അതിനുശേഷം മഹേന്ദ്രൻ ഡെയ്സിയോട് കാണിക്കാൻ പോകുന്ന ക്രൂരത എന്തായിരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.